ഇസ്രായേലിലെ ഹാഗ് ഷവ്വോത്ത് എന്ന് പറയുന്ന ആഴ്ചകളുടെ തിരുനാൾ ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. യഹൂദരുടെ തിരുനാൾ, പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണത്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണങ്ങളും ആ ഒരു തീന്മേശയൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനോടൊപ്പം ആ ആഴ്ചകളുടെ തിരുനാളിനെക്കുറിച്ചും കൂടി ഒന്ന് ചെറിയ വാക്കുകളിൽ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ. ബൈബിളിലെ പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിൽ 16-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ഈ തിരുനാളിൻ്റെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23:16 ഒക്കെ ആഴ്ചകളുടെ തിരുനാളിനെ പറ്റി പ്രതിപാദിക്കുന്ന ബൈബിൾ വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതെന്താണ് ഈ തിരുനാളെന്നൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലായോ? ഇസ്രായേലിലെ പ്രധാനപ്പെട്ട 3 തിരുനാളുകളാണ് കേട്ടോ. ഷലോഷ് റെഗിലീം എന്ന് പറയപ്പെടുന്ന 3 ബൈബിളിക്കലായിട്ടുള്ള പ്രധാനപ്പെട്ട തിരുനാളാണ്. അതിൽ ഒന്നാമത്തേതാണ് ഈ ഷവ്വോത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പെസഹ, പിന്നെ സുക്കോത്ത് തിരുനാൾ, ഇതൊക്കെയാണ് കേട്ടോ മറ്റു തിരുനാളുകൾ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 തിരുനാളിൽ ഒന്നാണ് ഈ ഷവ്വോത്ത് എന്ന് പറയുന്ന തിരുനാൾ. അപ്പോൾ ഇത് എന്ന് മുതലാണ് എന്നാണ് ഇത് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെസഹ മുതൽ 49 ദിവസം കൗണ്ട് ചെയ്തിട്ടാണ് അവർ ഷവ്വോത്ത് തിരുനാൾ ആഘോഷിക്കുന്നത്. പെസഹ കഴിഞ്ഞിട്ട് 49ാമത്തെ ദിവസമാണ് അവരിത് ആഘോഷിക്കുന്നത് കേട്ടോ. ആ ദിവസം അവർ ശബാത്ത് പോലെ തന്നെയാണ് ആ തിരുനാളിൻ്റെ ആചാരങ്ങളെല്ലാം അവർ ആഘോഷിക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ പാലും പാലുൽപ്പന്നങ്ങളൊക്കെയാണ് കേട്ടോ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ദിവസം. അതുകൊണ്ടാണ് നമ്മൾ ഈ പാലുമായിട്ട് ബന്ധപ്പെട്ട വെജിറ്റബിളും പാലും ഒക്കെ കൊണ്ടുള്ള പാലിൻ്റെ ഐറ്റംസ് കൊണ്ടുള്ള ഫുഡ് നമ്മൾ കൂടുതലായിട്ട് അന്നേ ദിവസം നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. ജൂയിഷ് കലണ്ടർ പ്രകാരം നിസാൻ മാസത്തിലെ 6 7 തീയതികളിലൊക്കെ ആയിട്ടാണ് ഈ ഷവ്വോത്ത് ആചരിക്കാറുള്ളത് കേട്ടോ. ഇസ്രായേൽക്കാർക്ക് ആഴ്ചകളുടെ തിരുനാൾ, വിളവെടുപ്പിൻ്റെ തിരുനാൾ, ബൈബിളിൻ്റെ വെളിപാട് തിരുനാൾ എന്നൊക്കെയാണ് ഈ തിരുനാളിൻ്റെ പ്രധാനമായിട്ട് അവർ ഈ പേരുകളിലൊക്കെയാണ് കേട്ടോ ഇതറിയപ്പെടുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ തിരുനാളിന് അവർ കൂടുതലായിട്ട് പാലുൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പാൽ ജൂവിഷ് മതഗ്രന്ഥമായിട്ടുള്ള തോറയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പാലുൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ആ ദിവസം ഉപയോഗിക്കുന്നത്. പോലെ തന്നെ എല്ലാവരും പറ്റുന്നത് പോലെ വൈറ്റ് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ആ തിരുനാൾ അവർ ആഘോഷിക്കുന്നത് കേട്ടോ. പാലെന്ന് പറയുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ പാലെന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയണത്, ജീവൻ്റെ അമൃതമായിട്ടാണ് നമ്മൾ പാല് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെയാണ് നമുക്ക് ആ ബൈബിള് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ആ ഒരു അനുഗ്രഹവും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം തരുന്ന ആ ഒരു ബൈബിളിനെ അവർ അത്ര പവിത്രമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർ പാലുമായിട്ട് ബൈബിളിനെ താരതമ്യം ചെയ്യുന്നത്. പാലുൽപ്പന്നങ്ങളായ ചീസുകളൊക്കെ അവർ അന്നേ ദിവസം ഭക്ഷണത്തിന് വളരെയധികം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ ദത്തികളായിട്ടുള്ള യഹൂദർ, പ്രത്യേകിച്ച് സ്പാനിഷ് വംശജരായിട്ടുള്ളവരൊക്കെ 7 ലെവൽ വരെയുള്ള ബ്രെഡുകളൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് സീനായ് മലയെയാണ് കേട്ടോ അവർ സൂചിപ്പിക്കുന്നത്. സീനായിൽ ഉടമ്പടിയിലൂടെ 10 കൽപ്പനകൾ നൽകപ്പെട്ടതിൻ്റെ അനുസ്മരണമാണ് ഇത്. ഈ ദിവസങ്ങളിലെ പുറപ്പാട് പുസ്തകവും നിയമാവർത്തന പുസ്തകവും ജൂതവംശമല്ലായിരുന്നിട്ട് പോലും ജൂതമതത്തിനോടുള്ള അമിതമായ സ്നേഹവും മതവിശ്വാസവും പുലർത്തിയിരുന്ന റൂത്തിൻ്റെ പുസ്തകവും വായിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഈ ദിവസങ്ങളിലെ. പ്രധാനമായിട്ടും 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള ആഹ്വാനവും ഗോതമ്പ് വയലിലെ വിളവിൻ്റെ ഉത്സവവും എല്ലാമായിട്ടാണ് ഈ ഇസ്രായേൽക്കാർ ഈ ദിവസങ്ങളിലെ ഈ ഷവ്വോത്ത് എന്ന് പറയുന്ന ഈ ഹാഗ് ഷവ്വോത്ത് അവർ ആഘോഷിക്കുന്നത് കേട്ടോ. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇതേപോലെ ഒത്തുകൂടി
ഓരോ വീടുകളിൽ എല്ലാവരും കൂടി ഒത്തുകൂടി അവരുടെ ആ ഒരു പുണ്യപ്പെട്ട ദിവസത്തെ അവരുടെ ആഘോഷങ്ങളിലൊക്കെ എല്ലാവരും സന്തോഷപൂർവ്വം പങ്കെടുക്കുന്നു കേട്ടോ. ഈ വർഷം ഞങ്ങളുടെ ആഘോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇതിന് മുന്നേയുള്ള ഞങ്ങളുടെ ആഘോഷങ്ങളുടെ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കയറി കാണണേ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.